ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ടും തകർന്നും ഇമോഷണലിയും എല്ലാ തരത്തിലും, ചിലപ്പോൾ ഫിസിക്കൽ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, തോളുവേദന, പിന്നെ അതുപോലെ തന്നെ വെറുതെ കുറേ പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ മൂഡ് ഭയങ്കരമായിട്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ എന്തൊക്കെയോ അറിയാൻ വയ്യാത്ത ട്രിഗറിങ് കാര്യങ്ങളൊക്കെ, സംഭവങ്ങളൊക്കെ പൊങ്ങി വരുന്നത്, എന്തൊക്കെയോ മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അതിപ്പോൾ നമ്മുടെ എക്ലിപ്സ് പോർട്ടലിൻ്റെ ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ, അതായത് 29 അത് എൻഡിലാവും. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാവരുടെ എനർജീസ് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഡിയാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറീസിനും ലീബ്രയ്ക്കും ക്യാൻസറിനും കാപ്രിക്കോണിനും ഫൈസസിനൊക്കെ ഇത് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു എനർജിയാണ്. അതായത് അവർ ഇത്രയും നാളും നിന്നതിൽ നിന്നും എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് അവർക്ക് വേണ്ടി, അതായത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അവർ കുറേ കൂടെയൊക്കെ റീസെറ്റ് ചെയ്ത് അവർ ന്യൂ ഫോമിലോട്ട് വരുന്നൊരു വില്ലൻ എറയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെയിനായിട്ടും ഏരീസിനാണ്. അതായത് ഈ ഒരു എക്ലിപ്സ് സീസൺ എന്ന് പറയുമ്പോൾ ഏരീസിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്പിരിച്വൽ ഗ്രോത്തിനും നമ്മൾ ഇത്രയും നാൾ നമ്മളുടേതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് വേറൊരു പാത്ത് ഓപ്പൺ ചെയ്ത് തരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കാമിക് സൈക്കിളും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരുടെ എനർജി മൊത്തത്തിൽ വല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതോർത്താരും വിഷമിക്കേണ്ട. നമുക്ക് ഗ്രേറ്റ് ചേഞ്ചസ് വരാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിലില്ല വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് അത് കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പിടിച്ചു വയ്ക്കുക, നമ്മുടെ ഇമോഷൻസിനൊക്കെ തകർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ മൊത്തത്തിൽ യൂണിവേഴ്സ് റീസെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ഈ വേൾഡ് ഫുള്ളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ നിങ്ങളതോർത്ത് ഡിപ്രഷൻ അടിക്കുകയോ സെൻറ്റ് അടിക്കുകയൊന്നുമില്ല, ചെയ്യേണ്ട. യൂണിവേഴ്സിനേക്ക് കൊടുക്കുക, അതേപോലെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് പോകും. സോ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ കാം ആൻഡ് ഫ്രീ ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ റീഡിങ്ങിലും നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലക്ക്, നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കാമിക്കായിട്ടുള്ള സൈക്കിൾസ്, അതായത് ചിലപ്പോൾ ലവ് റിലേഷൻ മാത്രമല്ല കേട്ടോ, അല്ലാതെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കാമിക്കിൻ്റെ ഒക്കെ കാര്യത്തിലൊരു തീരുമാനമാവും. ചിലപ്പോൾ നിങ്ങൾ ഹീൽഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും നിങ്ങൾ അത്ര എഫക്റ്റ് ചെയ്യത്തില്ല, നിങ്ങൾ വലിയ മൈൻഡ് കൊടുക്കത്തില്ല. അതൊക്കെയാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി ഒരുപാട് നാളായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എനർജിയിൽ ഷിഫ്റ്റ് ഉണ്ട്. അതായത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനും, അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എനർജി മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് നല്ലൊരു രീതിയിലുള്ളൊരു എനർജി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ആ സൈക്കിൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളോട് നിങ്ങളുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ മനസ്സിലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു എനർജിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ നല്ലൊരു ലക്കായിട്ട്, അതായത് എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഫിനാൻസിനാണെങ്കിലും ജോലിക്കാണെങ്കിലും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അയാൾക്ക് നിങ്ങളോട് എന്താണ് ഒരു ഇമോഷൻ ഇപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിലും ഈ ഒരു എനർജി ഷിഫ്റ്റ് നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അയാൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിട്ട്, അതായത് നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നൊരു പേടിയുണ്ട്. അപ്പോൾ ആ ഒരു ഭയം അയാളുടെ ഉള്ളിൽ നല്ലതുപോലെ നിൽപ്പുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ
അതായത് അയാൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ കൂടെ തന്നെ അയാൾക്കറിയാം എങ്ങനെയൊക്കെയായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ട് വീണ്ടും തിരിച്ച് ചെല്ലും എന്നൊക്കെ അയാൾക്കറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും അയാൾ ആ ഒരു നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ആ പേഴ്സൺ ആദ്യം നിന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ പേഴ്സൺ പേടിക്കുന്നുണ്ട്. അതായത് ഈ ഒരു എനർജി ഷിഫ്റ്റിൻ്റെ വന്നതുകൊണ്ടാണ് ആൾക്ക് നല്ലൊരു പേടിയാണ് അയാൾ നിങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ എന്തുണ്ടെങ്കിലും എന്ത് നെഗറ്റീവ്സ് നിങ്ങളുടെ അടുത്ത് കാണിച്ചാലും നിങ്ങൾ വീണ്ടും തിരിച്ച് അയാളിലേക്ക് തന്നെ ചെല്ലുമെന്ന് അയാൾക്ക് അറിയണം. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ചിന്ത അയാൾക്കില്ല. കാരണം വെച്ചാൽ അയാൾക്കുള്ളിൽ ഭയങ്കര ഭയമുണ്ട്, നിങ്ങൾ ഇട്ടിട്ട് പോകും, ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുമെന്നൊക്കെ അയാൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് വലിയ ഇൻറ്റ്യൂഷൻസ്, ഇപ്പോൾ സ്പിരിച്വലി ഗ്രോത്തിനൊക്കെ നല്ലൊരു ടൈമാണ്. ഒരുപാട് ആൾക്കാർക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളും സ്പിരിച്വലി ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ലൊരു പവർഫുൾ ഒരു രീതിയിൽ വന്നിരിക്കണം. മേ ബി നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക എനർജീസ്, അതായത് പോസിറ്റീവായിട്ട് എടുക്കാതെ നിങ്ങൾ കുറച്ചൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിന് കൂടുതലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം നടുവൊക്കെ ഇല്ലയോ എന്ന്, പക്ഷേ നിങ്ങൾ അതിന് ഒരു സെക്കൻഡ് ഇത് കൊടുത്ത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റ് എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഇന്നർ വോയിസ് നിങ്ങൾ അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ മിസ്റ്റേക്സും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഗ്രോത്തിന് ഭയങ്കര നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് തന്നെ നല്ല ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നല്ല തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എനർജി ഷിഫ്റ്റ്, അതായത് ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം, എന്ത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് വേറൊരു ആംഗിളിലാണ്, നിങ്ങളുടെ തേർഡ് ഐ ഒക്കെ കൊണ്ടാണ്, ഇന്ന് ഐസൊക്കെ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു നല്ലൊരു സ്പിരിച്വൽ എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നോക്കി കാണുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി കുറച്ചുകൂടെയൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നല്ല അതായത് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരും. അതായത് ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക, ചിലപ്പോൾ വേറെ വലിയ പ്രപ്പോസൽസ്, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിന് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പുതിയ ജോലി, അതെന്തും ആവാം. ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് നമുക്ക് വരുന്ന ജോലി ആവാം, പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഡിവോഴ്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഉടൻ തന്നെ ഒരു ഡിവോഴ്സിനൊക്കെ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പോവാം. അങ്ങനെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന കാര്യങ്ങൾ, അതായത് സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. നമ്മളിലോട്ടാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ഹയസ്റ്റ് ഫോമിലോട്ടാവാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും നമ്മൾ മറന്നിരുന്ന കാര്യങ്ങൾ, അതായത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയായിരിക്കാം തുടരുന്നത്, അതിൽ നിന്നൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകും, പുതിയ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കൊച്ചിലേക്ക് പഠിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡ്രോയിങ്, പെയിൻറ്റിങ്, ഡാൻസ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഓൺലൈനിലൊക്കെ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ പണ്ട് നിർത്തിവെച്ച കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ക്രിയേറ്റീവ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളുടെ എനർജി വെച്ചിട്ട് ഭയങ്കര നല്ലതാണ്. ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്തിൽ നല്ല ഒരു ഹൈ വൈബ്രേഷനിലോട്ട് നിങ്ങൾ വരും. അതായത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ്, അത് ഓവറോൾ നിങ്ങളുടെ എല്ലാം, അതായത് നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ എന്താ പറയുക എല്ലാം, ഫിനാൻസിലും എല്ലാത്തിലും ആ ഒരു ചേഞ്ചസ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയിലോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആവും. മനസ്സിലായി? ഇപ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട്ട് നല്ലൊരു വലിച്ചിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും സ്പിരിച്വലി ഹൈ ആയി നിൽക്കുന്നത് കൊണ്ട് ആ ഒരു വൈബ്രേഷൻ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യും. ആ ഒരു പേഴ്സണ് നിങ്ങളെ വീണ്ടും കണക്റ്റ് ചെയ്യാനും ഒക്കെ തോന്നുന്നുണ്ട്. അതായത് അയാളുടെ ഉള്ളിലും ഇതേപോലുള്ള കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രിഗറിങ്ങിൻ്റെ ഫോമിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലോട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റാച്ച് ചെയ്യേണ്ട ഒരു മോഡിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ, അതായത് എക്സ്പ്രസ് ചെയ്യാൻ മറ്റുള്ളവർ, നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജിയുടെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ അതൊക്കെ മാറ്റി, അതായത്
അതായത് നിങ്ങൾ ആൾക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്, ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയില്ല നിങ്ങൾ ഇത്രയും വിഷമവും ദുഃഖങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണെന്ന്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഇതൊക്കെ മാറി നിങ്ങളിപ്പോൾ ഒരുപാട് ഹയർ ലെവലോട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നൊക്കെ മനസ്സിലോട്ട് അപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിലോട്ട് നിങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല രീതി, അതായത് നിങ്ങൾക്ക് വേണ്ടത് മാത്രം, നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾ കളയുക. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ നല്ലതുപോലെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടേതല്ലാത്ത നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആയി. സോ അങ്ങനത്തെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ യൂണിവേഴ്സായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കണക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലൊക്കെ ഒരു സ്പിരിച്വൽ ലെവലിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലോട്ടാണ് നിങ്ങളിപ്പോൾ കൂടുതലും പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരോടും സഹായിക്കാനും മറ്റുള്ളവരുടെ നിങ്ങൾ കുറേ കൂടെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ മേ ബി നിങ്ങളൊരു ഹീലർ ആയിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരു ഹീലിങ്ങിനൊക്കെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഭയങ്കര നല്ലൊരു സ്നേഹം. ഇപ്പോൾ ഹീലേഴ്സ് ആകുമ്പോൾ ഓൾറെഡി അവർ ഭയങ്കര സപ്പോർട്ടായിരിക്കും എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു എന്താ പറയുക കൈൻഡ്നെസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്. നിങ്ങളെല്ലാവരെയും നല്ല ഡീപ്പായിട്ട് ഒരു ഇമോഷണൽ ലെവലിൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഇൻഡ്യൂഷനുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയിലോട്ട് ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡീപ്പ് കണക്ഷനൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അയാളും ഒരുപാട് ഹീൽ ആവാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും അയാൾ ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രസൻസ് ഒക്കെ അയാൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്, അയാൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അയാൾക്ക് മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയെന്നൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് അയാൾ തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു ഹീലിംഗ് സ്റ്റേജിനൊക്കെ കൂടെ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇപ്പോൾ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ ഒരു പേഴ്സണും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. സോ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്കും നിങ്ങളുടെ എനർജീനെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യും. അയാൾക്കും നിങ്ങളുടെ ആ ഒരു എനർജി ആവശ്യമുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഇഷ്ടമൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മേ ബി നിങ്ങൾ ചിലപ്പോൾ പഴയതുപോലെ ഒരു ഭ്രാന്തമായിട്ടുള്ള രീതിയിലോ എന്നൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് ഹീൽഡ് വേർഷനാണ്. സോ നിങ്ങളിനി നിങ്ങളുടെ ലൈഫിനെ പറ്റി എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വളരെയധികം ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടും ഒക്കെയുള്ളൂ. പക്ഷേ ആ ഒരു പേഴ്സണ് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്പിരിച്വലിയും ഒക്കെ നിങ്ങൾ ഹൈ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ചെടുക്കത്തുള്ളൂ, ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ. ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയിലും നിങ്ങളോട് കാണിച്ചതിലൊക്കെ അയാൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അയാൾക്ക് ആ നഷ്ടം ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാൾ അതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഇപ്പോൾ നമ്മൾ കിട്ടിയ എനർജി വെച്ച് അയാൾ ഒരുപാട് ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാളിപ്പോൾ ഓൾറെഡി ആ ഒരു ഹീലിംഗ് മോഡിലാണ്. അയാൾ എല്ലാത്തിൽ നിന്നും മാറി ശരിക്കും ഒരു ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായിട്ടും സങ്കടം വന്ന് നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ അയാൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ടുള്ള ആ ഒരു നല്ലൊരു ലൈഫ് അയാൾ നശിപ്പിച്ചു എന്നൊക്കെ അയാൾക്ക് ഉള്ളിൽ വളരെ കുറ്റബോധമുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവർ ആ ഒരു പേഴ്സൺ വരും. ആ പേഴ്സൺ ഇപ്പോൾ ശരിക്കും നിങ്ങളിലേക്ക് വരാനും ഒരുപാട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.